മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു. വൻ അഴിമതിയാണ് നടന്നതെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു. അതേസമയം പ്രതികളെ വെറുതെ വിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്ന. രേഷ്മ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൂന്നാർ വാർത്തകളിലേക്ക് വരുന്നു. കോടതി എന്തൊക്കെ പറയുന്നു? കൃഷ്ണരാജ്, മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ അല്ലെങ്കിൽ മൂന്നാർ കയ്യേറ്റ കേസുകളിൽ അതിന്റെ നടത്തിപ്പിൽ സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഈ വിഷയം പരിഗണിച്ച സമയത്താണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖും S മനു ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചും ചില നിരീക്ഷണങ്ങൾ വിമർശന രൂപേണ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ളത്. വ്യാജ പട്ടയ കേസിൽ MI രവീന്ദ്രനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത്. 42 കേസുകളിൽ സർക്കാർ കോടതി തോറ്റിട്ടുണ്ട്. ഈ തോറ്റ കേസുകളൊന്നും തന്നെ അപ്പീൽ നൽകിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? 500 കേസുകളെങ്കിലും വേണ്ടേ എന്നുള്ള, അല്ലെങ്കിൽ 500 കേസുകളെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രമാണ് ചുമത്തിയത്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളൊന്നും ചുമത്തിയിട്ടുമില്ല. ഇത് തൃപ്തികരമല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല, വൻ അഴിമതിയാണ് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇതിൽ പ്രതി ചേർത്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ അവർ ഏതൊക്കെ തരത്തിലാണ് സാമ്പത്തിക നേട്ടം നേടിയിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കോ കടന്നിട്ടുമില്ല. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CBIയെ പ്രസ്തുത ഹർജികളിൽ കക്ഷി ചേർത്തുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. CBIക്ക് വിടും മുൻപ് പ്രതികളെ അടക്കം കേൾക്കണമെന്നുള്ളൊരു നിലപാട് സർക്കാർ അടക്കം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് AGയുടെ ഭാഗം വേണമെങ്കിൽ കേൾക്കാം, മറിച്ച് CBIക്ക് വിടുന്ന കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനു മുൻപ് സർക്കാർ ചില വിശദാംശങ്ങൾ കൂടി ഹൈക്കോടതിയെ അറിയിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മൂന്നാർ കയ്യേറ്റ കേസുകളുടെ അന്വേഷണം CBIക്ക് വിടുന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം ഉണ്ടാകൂ. എന്തായാലും നിലവിൽ എത്ര മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിലവിലെ കേസുകളുടെ സ്ഥിതി എങ്ങനെയാണ്, ആരെയൊക്കെയാണ് കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്, ഒപ്പം തന്നെ എത്ര കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, ഇക്കാര്യങ്ങളിൽ വിശദമായിട്ട് മൂന്നാർ കയ്യേറ്റത്തിൽ വൻ അഴിമതിയാണ് നടന്നത്. സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. CBIയെ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.